ഹക്കൂസ് കാർട്ടൂൺ അക്കാഡമിയുടെ പുതിയൊരു കാർട്ടൂൺ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വമായ സ്വാഗതം. നാണം കെട്ടവൻ്റെ ആസനത്തിൽ ആല് കിളിർത്താൽ അതും തണലെന്നൊരു പഴഞ്ചൊല്ലുണ്ട്. പക്ഷേ അത് മനുഷ്യരുടെ കാര്യത്തിലാണ്. നമ്മളിവിടെ മനുഷ്യരുടെ കാര്യമല്ല ഉദ്ദേശിക്കുന്നത്, ഒരു പാർട്ടിയുടെ കാര്യമാണ്. അതായത് CPM-ൻ്റെ. നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷം ഇവർ നടത്തിയ അഴിമതിയുടെയും ഈ തെമ്മാടിത്തരത്തിൻ്റെയൊക്കെ ഭീകരവും ബീഭത്സവുമായ കഥകളിങ്ങനെ ദിനം പ്രതി എന്നോണം പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവസാനമായിട്ട് ഇവർ നിയമിച്ച ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻറ്റ് പ്രശാന്തിനെ ഇപ്പം അമ്പലക്കൊള്ളയുടെ പേരിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടെ ഒരു ബോർഡ് മെമ്പറെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ PSCയിലെ കൊള്ളയുടെ കാര്യം പിന്നെ പറയാനില്ല. ഓരോ ദിവസവും ഓരോ ജുഗുപ്സാപരമായ അഴിമതി കഥകളാണ് ഇങ്ങനെ പുറത്തേക്ക് വരുന്നത്. പിന്നെ വൈദ്യുതി രംഗത്തെ അഴിമതി എന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ 10 വർഷത്തെ കെടുകാര്യസ്ഥതയുടെ മൂർത്തിമത് ഭാവമാണ് ഇപ്പോൾ ഈ കാണുന്ന ഈ പവർ കട്ടെന്ന് പറയുന്നത്. പക്ഷേ അവരത് അംഗീകരിക്കത്തില്ല. ഇപ്പോൾ 2 മാസം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന ഒരു സർക്കാർ പുതിയതായിട്ട് ഒരു ജലവൈദ്യുത പദ്ധതി ഉണ്ടാക്കിയിട്ട്, അല്ലെങ്കിൽ ആണവ വൈദ്യുത പദ്ധതി ഉണ്ടാക്കിയിട്ട് എന്തുകൊണ്ട് അതിനകത്തൂടെ നമുക്ക് സഫീഷ്യൻ്റായ കറണ്ട് ഉൽപ്പാദിപ്പിച്ചില്ല എന്നാണ് ഇവരുടെ ചോദ്യം. പിന്നെ പാർട്ടി പത്രത്തിലുണ്ടായ ഈ മോശം പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ ഡെയിലി കേട്ടുകൊണ്ടിരിക്കുക. അതൊന്നും അധികം പറയണ്ട. അത് പിന്നെ പോരാഞ്ഞിട്ട് ജനങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല, അത് അവരുടെ വായനക്കാരെ ബാധിക്കുന്ന കാര്യമാണ്. പിന്നെ ADGP അജിത് കുമാറിൻ്റെ കാര്യം. പിണറായി വിജയൻ്റെ 10 വർഷം അദ്ദേഹത്തിൻ്റെ എല്ലാ അഴിമതികൾക്കും അനീതികൾക്കും അസാന്മാർഗിക പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിച്ച് അതിന് ചൂട്ടുകറ്റ പിടിച്ചു കൊടുത്തിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഇപ്പം DGP സ്ഥാനത്തേക്ക് അവരോധിതനാകേണ്ടതിൻ്റെ പടിവാതിക്കൽ വെച്ച് അദ്ദേഹത്തിനെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുക. അപ്പോൾ അതിനകത്ത് കാരണങ്ങൾ അന്വേഷിച്ച് പോയാൽ ഒരുപാടുണ്ട്. എല്ലാം അവസാനിക്കുന്നത് പിണറായിയുടെ കയ്യിലാണ്. അദ്ദേഹത്തിനെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ മകളെ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ കാര്യങ്ങൾ പറയാനാണെങ്കിൽ അവസാനിക്കത്തില്ല, അതുപോലുണ്ട്. അങ്ങനെ നിരന്തരം അഴിമതികളും ഈ സ്വജന പക്ഷപാതങ്ങളും എല്ലാം കൊണ്ട് സമ്പന്നമായ ഒരു പൈതൃകം മറച്ചു വെച്ചിട്ട് ഇവരിപ്പോൾ അങ്ങ് ബാക്കിയുള്ളവരെ അങ്ങ് കുറ്റപ്പെടുത്താനും ഫൽസിക്കാനുമായിട്ട് അങ്ങ് ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. ഡൽഹിയിൽ പാർട്ടി അഖിലേന്ത്യാ സമ്മേളനം കൂടിയിട്ട് എല്ലാം തെറ്റാണെന്ന് പറയും. സ്ഥാനാർത്ഥികളെ നിർണയിച്ചത് മുതൽ നേതാക്കന്മാരുടെ പെരുമാറ്റം തൊട്ട് എല്ലാ കാര്യങ്ങളും തെറ്റാലെന്ന് പറയും. പക്ഷേ പിറ്റേ ദിവസം പത്രത്തിൽ അതെല്ലാം നിഷേധിച്ചുകൊണ്ടുള്ള പത്രക്കുറിപ്പ് വരും. ഇപ്പോൾ ഇന്ന് പറഞ്ഞിരിക്കുന്ന സർക്കാരിനെതിരെ സമരമുഖവുമായി CPM. പവർ കട്ടിനെതിരെ നാളെ മെഴുകുതിരി പ്രതിഷേധം. തദ്ദേശ ഫണ്ട് വെട്ടിക്കുറച്ചതിനെതിരെയും പ്രതിഷേധം. ഈ എത്രയോ കോടി രൂപ ഖജനാവിൽ മിച്ചമുണ്ടെന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയ ഇവർ തൊടുന്നതിനെല്ലാത്തിനും കുടിശ്ശികയായിരുന്നു. ഒന്നിനും പൈസ കൊടുക്കാതെ എല്ലാവരെയും കബളിപ്പിച്ച് മുന്നേറുകയായിരുന്നു ഇവർ. എന്നിട്ടാണ് ഈ മിച്ചമുണ്ടായിരുന്നെന്ന് പറയുന്നത്. ഇപ്പോൾ പറയുന്നത് സർക്കാരിൻ്റെ പോലീസ് നടപടികളിൽ ഹൈക്കോടതിക്ക് ഇടപെടേണ്ടി വരുന്നു. കാപ്പക്കേസ് പ്രതിക്ക് കൗൺസിലറായി സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വരുന്ന നിലപാടിൽ കോടതിയിൽ എത്തിച്ചതും സർക്കാരിൻ്റെ സമീപനമാണ്. സത്യം പറഞ്ഞാൽ UDF മന്ത്രിസഭയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കേസാണിത്. അതിനകത്ത് പോലും UDF-നെ വെറുതെ വലിച്ചഴിച്ചുകൊണ്ടൊരു കുറ്റപ്പെടുത്തലാണ്. പിന്നെ എല്ലാ വീടുകളിലും മെഴുകുതിരി കൊടുത്തിട്ടാണ് ഇവർ സമരം ഉദ്ഘാടനം ചെയ്യുന്നത്. ഒരു മെഴുകുതിരി ഒരു വീട്ടിൽ കൊടുത്തെന്നും പറഞ്ഞുകൊണ്ട് എന്തോ ആകാനാണ്. ഇവരെ കണക്ക് ഇങ്ങനെ നാറിയ ഒരു സമരമുഖം കണ്ടുപിടിക്കാനായിട്ട് വേറെ പ്രത്യേകിച്ച് ഇവർക്ക് ട്യൂഷനൊന്നും വേണ്ട. അതുപോലെ ഈ എല്ലാ മോശം സമരമാർഗ്ഗങ്ങളും അവതരിപ്പിക്കുന്നവരാണ് ഇവർ. അതിനകത്ത് പ്രത്യേകിച്ച് ഒരു പ്രത്യേകതയൊന്നുമില്ല. പിന്നെ കള്ളൻ വിജയൻ്റെ ലേഖനം സംബന്ധിച്ച് ME ഗോവിന്ദൻ പറയുന്നത്, ആ ലേഖനത്തിനായി കള്ളൻ വിജയൻ എന്നറിയപ്പെടുന്ന നാടകപ്രവർത്തകനായ S വിജയകുമാറിനെ ആരും സമീപിച്ചിട്ടില്ല. അങ്ങനെ ഒരു ലേഖനം ഉണ്ടെങ്കിലല്ലേ കൊടുക്കേണ്ടതുള്ളൂ. ഇതൊക്കെ സത്യസന്ധമായിട്ട് ആ അഭിമുഖത്തിന് വിധേയനായ ആ നാടക കഥാകാരനും അഭിമുഖം ചെയ്തയാളും വിശദമായിട്ട് പറഞ്ഞല്ലോ ജനങ്ങളുടെ മുമ്പ്. ഞങ്ങൾ അഭിമുഖം എടുത്തു, ഞാൻ അഭിമുഖം കൊടുത്തു എന്ന് അവർ പറഞ്ഞതാണ്. അതിൻ്റെ മുന്നിലാണ് ഈ മെഴുകുന്നതും ഈ ആടിനെ പട്ടിയാക്കുന്നതും. ഏതെങ്കിലും ഒരു ലേഖകനല്ല, പത്രാധിപസമിതിയാണ് ലേഖനം പ്രസിദ്ധീകരിക്കണമെന്ന് തീരുമാനിക്കുന്നത്. സാമാന്യ മര്യാദ അനുസരിച്ച് മാധ്യമങ്ങൾ അതിൽ ഇടപെടാറില്ല.
ദേശാഭിമാനി എന്തുകൊണ്ടത് പ്രസിദ്ധീകരിച്ചില്ല എന്ന് ചോദിക്കാൻ മനോരമക്കാരന് എന്തരവകാശം? ഇവിടെ മറ്റേ തുരങ്കപ്പാത ഉദ്ഘാടനത്തിൻ്റെ തുരങ്കപ്പാതയുടെ സ്ഥലത്ത് മറ്റേ മണ്ണിടിച്ചിൽ വീണ് പിന്നെ പിണറായി വിജയൻ മറ്റേ സോക്സും ഷൂസും ഒക്കെ ഇട്ട് മുണ്ടും മാടിക്കുത്തി അവിടെ അന്വേഷിക്കാൻ ചെന്നപ്പോഴത്തേക്കും ആ കൊടുത്ത വാർത്തയ്ക്ക് വേണ്ടത്ര ലെങ്ത് പോരായിരുന്നു, അതിൻ്റെ ഫോട്ടോയ്ക്ക് കവറേജ് പോരായിരുന്നു, അതിൻ്റെ വാർത്തയ്ക്ക് ഇത്രയും ലെങ്ത് പോരായിരുന്നു എന്നും പറഞ്ഞ് മനോരമ മുത്തശ്ശിപത്രം കൊടുത്തതിന് ലെങ്ത് പോരായിരുന്നു പറഞ്ഞ് വഴക്കിട്ടവരാണ് ഇവർ. അവരാണ് പറയുന്നത് ദേശാഭിമാനികത്തെ എന്ത് കൊടുക്കുമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം എന്നാണ് അവർ പറയുന്നത്. തീരുമാനിച്ചു. പക്ഷേ അത് കണക്ക് ബാക്കിയുള്ളവർക്കും അങ്ങനെ ഒരു അനുമതി കൊടുക്കണം ഇവർ. ഇപ്പോൾ മനോരമ പ്രവർത്തിക്കുന്ന ഇവരുടെ ഫണ്ട് കൊണ്ടല്ലല്ലോ. മനോരമ അവരുടെ ഡെസ്കിലെ നയം അനുസരിച്ച് അവരുടെ ഒരു വാർത്ത അവർക്ക് കിട്ടിയ ഒരു വാർത്ത കൊടുക്കും. അത് പിണറായി വിജയൻ്റെ വാർത്ത ഒന്നാം പേജിൽ ഫുൾ കോളം കൊടുത്തോളാം എന്ന് അവരാരുടെക്കെങ്കിലും ആചാരം മേടിച്ചിട്ടില്ലല്ലോ. അതിനല്ലേ ദേശാഭിമാനി ഇറക്കുന്നത്. ദേശാഭിമാനി കൊടുത്തോണം. പക്ഷേ ദേശാഭിമാനികത്ത് കൊടുക്കേണ്ട ലേഖനവും വാർത്തയൊക്കെ അതിനുള്ള വിവേചനാധികാരം ദേശാഭിമാനി എഡിറ്റോറിയലിനാണ്. അതുപോലെ തന്നെ മനോരമയ്ക്ക് അവകാശം ഉണ്ടെന്ന് വിചാരിച്ചാൽ പോരെ. അതിനിങ്ങനെ ഈ തൊട്ടതിന് മനോരമയെ പിടിച്ച് ഞാലേണ്ട കാര്യമുണ്ട് ഈ ഗോവിന്ദൻ. പിന്നെ PK ശ്രീമതിയുടെ വ്യാജ പ്രചരണത്തിനെതിരെ നിയമപരമായ നിലപാട് സ്വീകരിക്കാൻ ശ്രീമതിയോട് പാർട്ടി നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന്. ഈ മറ്റേ കാഫിർ സ്ക്രീൻഷോട്ട് അടക്കം എന്തെല്ലാം മറ്റേ വ്യാജ പ്രചരണമാണ് ഇവർ നടത്തിയിരിക്കുന്നത്. അതിനൊന്നും ആർക്കും വിഷയമല്ലായിരുന്നല്ലോ. ഇപ്പോൾ ഇവരുടെ ഒരാളിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു വ്യാജ വാർത്ത വന്നപ്പോഴല്ലേ ഇവർക്ക് ദണ്ണം ഉണ്ടായി. എന്തെന്നാ ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ കാണാൻ നല്ല ചേലാന്നൊരു പഴമയുണ്ട്. അത് പറഞ്ഞ കണക്കാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ ഇവർക്ക് മുന്നിൽ CPM-ന് മുന്നിലൊരു 100,000 പ്രശ്നങ്ങൾ. എന്നിട്ട് ബാക്കിയുള്ളവരുടെ കുറ്റവും കണ്ടുപിടിച്ച് അതിനെതിരെ സമരവും നടത്തി മറ്റേ ആളുകളെ പറഞ്ഞ് വിഡ്ഢികളാക്കി ഇങ്ങനെ സമരം നടത്തി കഴിഞ്ഞു പോവുകയാണ് ഇവർ. അപ്പോൾ അതാണ് ഇപ്പോൾ ഈ കാർട്ടൂണിലൂടെ ആസനത്തിന് ആല് കിളുത്താൽ അത് തണലെന്നാണ് ഇവരുടെ ധാരണ. അത്രയ്ക്ക് പ്രശ്നങ്ങളുണ്ട് ഇവരുടെ മുന്നണിയിൽ, ഇവരുടെ പാർട്ടിയിൽ. അതൊക്കെ മറച്ചു വെച്ചിട്ട് ചുമ്മാ ഓരോ സമരം കൊണ്ട് ഇറങ്ങിയിരിക്കുക. അപ്പോൾ ഒരാളിൻ്റെ ആസനത്തിലല്ല, ഇതിപ്പോൾ പാർട്ടിയുടെ അരിവാൾ ചുറ്റുക നക്ഷത്രം എന്ന ഇവരുടെ പാർട്ടി ചിഹ്നത്തിൻ്റെ അരിവാളിൻ്റെ മൂലസ്ഥാനത്തു നിന്നാണ് ആ ആല് കിളിർക്കുന്നത്. അതാണ് ഈ കാർട്ടൂൺ. നമുക്ക് കാർട്ടൂണിലോട്ട് കടക്കാം. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വമായ സ്വാഗതം.